ഗൈസ് ഞാൻ പോസ്റ്റാണ് ഗൈസ്. അമ്മ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകെ പോസ്റ്റാണ്. ചെരുപ്പ് ട്രയൽ ചെയ്യാണ്. ഇഷ്ടമായത് ഓക്കെ ആണോ? കുറേ കാത്തിരിപ്പിന് ശേഷം ഒരു ചെരുപ്പ് അങ്ങനെ ട്രയൽ ചെയ്തു. ഇനി ഞങ്ങൾ നേരെ ഹോമിലോട്ട് പോവാണ്. ഹോമിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കട്ടെ. അവിടെ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള കുറച്ച് കിച്ചണിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചുമ്മാ നോക്കിയിട്ട് വരാം. എല്ലാം ഇഷ്ടപ്പെട്ടാലോ. താഴത്തെ ഫ്ലോറാണെന്ന് തോന്നുന്നു. അല്ല, തോന്നുന്നു മുകളത്തെ ഫ്ലോറാണ്. വാ. ബോഡി മസാജിങ്. ഞങ്ങൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ നല്ല തിരക്കാണ്, നല്ല ക്രൗഡ്. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് ബിസ്മിയിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒട്ടും ക്രൗഡില്ല, സമാധാനത്തോടെ ഇന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനും അമ്മയും ദേ ഇപ്പം സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ ഫ്ലാറ്റിലെത്തി കേട്ടോ. നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടതുപോലെ ഞാനും അമ്മയും കൂടെ ലുലുലു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് തിരുവോണം. അപ്പോൾ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കാണുമല്ലോ. അങ്ങനെ ഒരു ഓട്ടോ ആയിരുന്നു ഞാനും അമ്മയും കൂടി. പിന്നെ ഓണമൊക്കെ അല്ലേ, ലുലുവിൽ കുറച്ച് തിരിയാം, കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയും കൂടി ഇറങ്ങിയത്. എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ ബില്ലിംഗ് കൗണ്ടറിലെ തിരക്ക് കണ്ടിട്ടുണ്ടല്ലോ. അവിടെ നിൽക്കാൻ പോലും തോന്നത്തില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ തിരക്ക് കണ്ടിട്ട് എന്തെങ്കിലും സാധനം മേടിക്കും എന്ന്. അങ്ങനെ ഞാനും അമ്മ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബിസ്മിയിലാട്ടോ. ബിസ്മിയിലായപ്പോഴത്തേക്കും ഒട്ടും തിരക്കും ഇല്ല. അതേപോലെ നമുക്ക് റിലാക്സ് ആയിട്ട് സാധനങ്ങൾ നോക്കി എടുക്കാനും പറ്റും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മയെ നേരെ നമ്മുടെ ഇടപ്പള്ളി, എറണാകുളം ഉള്ളവരാണെങ്കിൽ അറിയാം, ഇടപ്പള്ളി ടോളിൽ ഓണത്തിൻ്റെ ഹോൾസെയിലിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഹോൾസെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലവേഴ്സ് വാങ്ങിയത് കാണിക്കാം. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. കാരണം ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്, മേക്കപ്പ് പോലും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ എണീക്കണം. ഓണമല്ലേ, അപ്പം അതിൻ്റെ വീഡിയോസും എടുക്കണം. അപ്പോൾ എന്തായാലും ബാ, ഞാൻ മേടിച്ച ഫ്ലവേഴ്സ് കാണിച്ചു തരാം. കം ഓൺ, ഫോളോ മീ. അത് ഉറപ്പടാ. എന്താണ് നിങ്ങളുടെ ഓണം പ്രോഗ്രാംസ്? എവിടെ ട്രിപ്പ് പോകുന്നുണ്ടോ അതോ എന്താണ്, ഫാമിലി ആയിട്ടാണോ, എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മൾ നാളത്തേക്ക് മേടിച്ച അത്തപ്പൂ ഇടാനുള്ള ഫ്ലവേഴ്സാണിത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് 300 റുപ്പീസിനാണ് കേട്ടോ. ഇത് 10 കളേഴ്സൊന്നുമില്ല, കുറച്ച് കളേഴ്സേ ഉള്ളൂ. 4-5 കളേഴ്സ് ഫ്ലവേഴ്സ് അതിൻ്റെ ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അധികം വലിയ സ്പേസ് ഒന്നുമില്ല വലിയ അത്തപ്പൂ ഇടാനൊന്നും. പിന്നെ എനിക്ക് അതേപോലെ ഞാൻ അത്തപ്പൂ ഇടാൻ വല്ല പ്രോയൊന്നുമില്ല. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊന്ന് അത്തപ്പൂ ഇടുന്നത്. അതിനൊക്കെ മുമ്പത്തെ വർഷമൊക്കെ എൻ്റെ ചേച്ചിയൊക്കെയാണ് നാട്ടിലിരിക്കുമ്പം അത്തപ്പൂ ഇടാറുള്ളത്. അപ്പോൾ നാളെ ഓണമല്ലേ, വ്ളോഗിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നാളെ നമ്മളിവിടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കും, നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഓണം വൈബ് കിട്ടും. പക്ഷെ നമ്മളിവിടെയൊക്കെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഓണം വൈബും അതിൻ്റെ ഒരു ആംബിയൻസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് പൂ മേടിച്ചിട്ട് ചെറിയൊരു അത്തപ്പൂ ഒക്കെ ഇടാം. അപ്പോൾ ഒരു ഓണം വൈബൊക്കെ കിട്ടില്ലേ. അതേപോലെ ഈ പൂ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് കയറും. അത് എനിക്കങ്ങോട്ട് തിരുപ്പിടിക്കത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ലൈക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
പക്ഷേ ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് 300 രൂപയ്ക്കുള്ള ഫ്ലവേഴ്സ് മാത്രം മതിയെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ചേട്ടൻ എനിക്ക് ഇത്രയും തന്നത് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ചേട്ടൻ ക്വാളിറ്റി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടന് ഭയങ്കര സ്നേഹമായിരുന്നു. നല്ല ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയി ആദ്യം ഒന്ന് വെള്ളം കുടിക്കട്ടെ. ശ്വാസം കിട്ടുന്നില്ല. വെള്ളം കുടിച്ചിട്ട് ഞാൻ ഒരു ബൗളെടുത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണാം. പോവല്ലേ, ഇപ്പം വരാം. അപ്പം ഫ്ലവേഴ്സ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഫ്ലവേഴ്സ് എന്തിനിപ്പം കാണിച്ചതെന്നറിയാവോ? ഇതെനിക്കിപ്പം സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. കാരണം രാവിലെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഒറ്റയ്ക്കേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതെല്ലാം ഇപ്പോഴേ നമുക്ക് എന്താ പറയണേ, ഇതിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചാൽ രാവിലെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. നല്ല മണം. നല്ല മണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മൂക്ക് പിടിക്കുന്നു. അത്യാവശ്യം കൊണ്ടിട്ടുണ്ട്. എന്തിൻ്റെ മണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ മണമാണ്. ഇതെന്താ ഫ്ലവറാമേ? പേരെന്താ എൻ്റെ? ജമന്തിയോ? ഇതോ? ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ, ഭയങ്കര വീട്ടിൽ ഭയങ്കര ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാ പറഞ്ഞത് ജമന്തിയാണെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ജസ്റ്റ് പീൽ ചെയ്തതിന് ശേഷം ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നാളെ രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കും. അങ്ങനെയല്ലേ? അതിങ്ങനെ വെള്ളം തെളിച്ചാലാണോ ഫ്രഷ് ആയിട്ടിരിക്കുന്നത്? യോനി കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ചു ചോദിക്കട്ടെ എങ്ങനെയാണെന്ന്. എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നു, പേപ്പറിനകത്ത് റാപ്പ് ചെയ്ത് വെക്കുമെന്ന് തോന്നുന്നു അല്ലേ? എന്നിട്ട് കുറച്ച് വെള്ളം കുടയെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ചേച്ചിയോട് ചോദിക്കാം. അപ്പം എന്തായാലും ആദ്യം ഇത് അടക്കട്ടെ. ഇപ്പം സമയം 11:45 രാത്രി. അപ്പോൾ എനിക്ക് ഒരു പാത്രം കൂടെ തരുമോ? ഇതിങ്ങനെ കട്ടിയിട്ടേ ഇങ്ങനെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. പണിയെടുക്കമ്മ, എന്താണ് ഇങ്ങനെ? മോൾ ഒറ്റയ്ക്ക് ഇന്ന് പൂവൊക്കെ പിച്ചിന്ന് അമ്മ അവിടെ ഇരുന്ന് പടം കണ്ടുകൊണ്ടിരിക്കുക. അത് മതി. ഇത് ജസ്റ്റ് കട്ട് ചെയ്തിടാനല്ലേ കൊണ്ടുവാ. അമ്മ സുന്ദരി ആയാലേ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുള്ളൂ എന്നേ ഉള്ളൂ. ബാംഗ്ലൂർ ഡേയ്സിൽ ഞാൻ പറയുന്നില്ല, കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അല്ല, കഴിഞ്ഞ തവണ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നല്ലേ അക്ക പറഞ്ഞത്, ഈ പൂവിന്റെ വാല് കട്ട് ചെയ്ത് കളയണമെന്ന്. ദൈവമേ, നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ഇന്നാ മതിയായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞിട്ട്. അമ്മ ആകെ ഭാഷ കാണിക്കുന്നു. ഓക്കെ, എന്തായാലും നോക്കാം. ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാ. ഇവിടെ വന്ന് കാണീര്. അല്ല, കഴിഞ്ഞ വർഷം അക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ പീൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വൈറ്റ് കാണുമല്ലോ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പം നോക്കിയത് ഇതേ ഈ വൈറ്റ് ഇല്ല, ഓറഞ്ച് മാത്രമേ ഉള്ളൂ, അത് ഭംഗിയെന്ന് പറഞ്ഞു. കാരണം ചേച്ചി അത്തപ്പൂടുന്ന സമയത്ത് എനിക്ക് അത്തപ്പൂടാനൊന്നും വലിയ റോളൊന്നും തരത്തില്ല പുള്ളിക്കാരി. പക്ഷേ ഇതേപോലെ ഇങ്ങനെ പെറ്റൽസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ജോലി തരുമായിരുന്നു. അതാണല്ലോ ഏറ്റവും വലിയ ജോലി. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കട്ടെ. എന്നിട്ട് പറ്റുവാണെങ്കിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഞാൻ അത്തപ്പൂ ഇതിനു മുമ്പൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. മണ്ണിലും മറ്റേ തറയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചോക്ക് വരച്ചിട്ടൊക്കെ ഞാൻ അത്തപ്പൂ ഇടാറുണ്ട്. മണ്ണിലാകുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് ഡിസൈൻ വരച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ടൈലായതുകൊണ്ട് ഞാൻ എങ്ങനെ വരച്ച് ഡിസൈൻ ഇടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ ചെറിയൊരു കുരുട്ടുബുദ്ധിയുണ്ട്, വല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരച്ച് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ നടക്കുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അത്തപ്പൂ ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ചെയ്തതിന് ശേഷം ഞാൻ പോയിട്ട് ജസ്റ്റ് ഡിസൈൻ ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഡയറക്റ്റ് എടുത്ത് ഇട്ടാൽ മതിയല്ലോ, അത്രയും പണിയില്ലല്ലോ. അപ്പോൾ
ഞാൻ രാത്രി കൂടുതൽ ജീവിക്കും, പകൽ സമയത്ത് കൂടുതൽ കിടന്നുറങ്ങും, അതാണ് എൻ്റെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് പരിപാടികൾ ചെയ്തു വെക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ അത് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് കണ്ടറിയാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കലാപരിപാടികൾ ചെയ്യട്ടെ. ഓക്കെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഓണമൊക്കെ അല്ലേ, എന്താണ് പരിപാടി? നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നല്ല സദ്യ ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു 10 സെറ്റ് സദ്യ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഞാനും അമ്മയേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മിനിമലായിട്ട് കുറച്ച് കഴിക്കാൻ പറ്റുന്ന അളവിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. കാരണം നാളെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും പിള്ളേരും നാളെ വരുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഗ്രാൻഡായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അടുക്കളയിൽ കുക്കിംഗ് ആണ്. എന്നോട് ആ ഏരിയയിലോട്ട് അടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മ എല്ലാം മെസ്സാക്കി, അറിയാമല്ലോ നമ്മൾ ഓണത്തിന് എത്ര വൃത്തിയാക്കിയാലും ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കള എന്തായാലും കുറച്ച് മെസ്സായിരിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് കയറണ്ട, അമ്മ കുക്കിങ്ങിലാണ്, ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ പറയാം, അന്നേരം നമുക്ക് അങ്ങോട്ട് പെർമിഷനുള്ളൂ എൻട്രി. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചു. റോസ് പെറ്റൽസ്, പിന്നെ താണ്ട അത്തപ്പൂവിൻ്റെ സാധനങ്ങളെല്ലാം കാണിച്ചാൽ നമ്മൾ അത്തപ്പൂവിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഏറ്റവും പ്രത്യേകത എന്താണെന്നറിയോ, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാണ് ഞാൻ അത്തപ്പൂ ഇത് വരയ്ക്കുന്നത്. ഞാൻ എൻ്റെ ലിപ്പ് ലൈനറും കൊണ്ടാണ് കേട്ടോ ടൈലിനകത്ത് ഞാൻ അത്തപ്പൂവിൻ്റെ ഡിസൈൻ വരച്ചത്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വരച്ചത്. എന്തായാലും നമുക്ക് അത്തപ്പൂ ഇടാം. ഫൈനലി നമ്മൾ അത്തപ്പൂ ഇട്ടോ കേട്ടോ. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്ന്. സമ്മതിക്കണം കേട്ടോ. ഈ വലിയ വലിയ അത്തപ്പൂക്കെ ഇടത്തില്ലേ, ഭയങ്കര വലിയ സൈസിലൊക്കെ, അവരൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഇത്രയും ചെറിയൊരു അത്തപ്പൂ ഇടാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് എനിക്ക് വലിയ അത്തപ്പൂക്കെ ഇടുന്ന ആൾക്കാരുടെ സ്ട്രഗിൾ മനസ്സിലായത്, സീരിയസ്ലി. ഓക്കെ, എന്തായാലും ഇതാണ് നമ്മുടെ അത്തപ്പൂ. ഞാൻ അതിൻ്റെ ക്ലോസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അതിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ വരച്ച ഡിസൈനൊന്നും അല്ല കേട്ടോ അത്തപ്പൂ ഇട്ടത്. അതെങ്ങനെ തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചതല്ല വന്നതും, പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വല്ല പ്രോയൊന്നുമല്ല, ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, എന്തായാലും ഇത് കൊള്ളാം. അത്തപ്പൂ ഇട്ടത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ക്ലോസ് ഞാൻ കാണിച്ചു തരാം. അമ്മയുടെ ഇത് ആദ്യമായിട്ടല്ല അത്തപ്പൂ ഇടുന്നത്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിൽ, അമ്മ ആദ്യമായിട്ടാണ് ഈ വർഷം സ്വന്തമായിട്ട് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ അമ്മ എന്നെ കുറേ സഹായിച്ചു. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മ ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്, എനിക്ക് എണീക്കാൻ വയ്യ. എൻ്റെ കാലൊക്കെ മറ്റുള്ള കൊളുത്തി പിടിച്ചിട്ടുണ്ട്, ഇരുന്നിട്ട് അനങ്ങാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇനി സദ്യയാണ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണ്ട, പായസം, പരിപ്പ് അല്ലേ അമ്മ, അതൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി പോയി ഉണ്ടാക്കാം. നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം ഞാൻ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അമ്മയാണ് രാവിലെ എണീറ്റ് കുക്ക് ചെയ്തത്. അമ്മ 10 കറിയുണ്ടോ? 10 ഉണ്ടോ? 10 ഒക്കെ ഉണ്ട്. ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കി?
അത് പറഞ്ഞ് ഞാൻ കണ്ടില്ല കേട്ടോ ഒന്നും ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എഴുന്നേറ്റപ്പം ലേറ്റ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ എഴുന്നേക്കണം എന്നൊക്കെ ഇന്നലെ ഭയങ്കര വാചകമൊക്കെ ആയിരുന്നു ഞാൻ. പക്ഷെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേക്കുന്ന മുമ്പ് അമ്മ എണീറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പായസം കൂടി ഉണ്ട്, പപ്പടം കാച്ചണം, അതേ ഉള്ളൂ നമുക്കിന്ന്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പായസം കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡബിൾ ഹോഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒട്ടുമിക്ക യൂസ് ചെയ്യുന്ന സ്പൈസസും ഡബിൾ ഹോഴ്സിൻ്റെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. പ്രൊമോഷൻ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. പ്രൊമോഷൻ ഒന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളാണ്, അതായത് പുട്ടുപൊടി, ഉപ്പുമാവിൻ്റെ പൊടി, അല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം ഡബിൾ ഹോഴ്സാണ്. പായസം ഞാൻ ആദ്യമായിട്ടോ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കിടാം. അമ്മ 1 പാത്രം കഴുകുകയാണ്. പാല് അമ്മ തിളച്ചിട്ടല്ലേ ഇടണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു കുറച്ച് സാധനം മതി, കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയാലും ഒന്നാമത്തെ തരം നൈറ്റിൽ ഞാനും അമ്മയും റൈസ് കഴിക്കില്ല. അമ്മ ഇടയ്ക്കൂടെ കഴിക്കും, പക്ഷെ ഞാൻ നൈറ്റ് റൈസ് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, ഇന്നത്തെ കറി ഞാൻ നാളെ കഴിക്കത്തുമില്ല. അതുകൊണ്ട് ഇന്ന് കുറേ കറി ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ പിറ്റേന്ന് കഴിക്കില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല അമ്മ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ശീലമല്ല. ഇതൊക്കെ പഠിപ്പിക്കണ്ടേ. ഇനി എന്താ വേണ്ട? തട്ടിയിടണോ? തട്ടി കൊല്ലണോ? തട്ടിയിടട്ടെ, ചാമ്പട്ടെ. നമുക്ക് ഗൈസ് ഡബിൾ ഹോഴ്സ് എടുത്തിട്ടാലോ? സത്യം പറഞ്ഞാൽ ഡബിൾ ഹോഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രൊമോഷൻ പോലെ തോന്നല്ലേ. ഇങ്ങനെ കിട്ടാൻ മതിയായിരിക്കും അല്ലേ? ഇല്ലേ ഗ്രാവലൊക്കെ പൊടിച്ചിട്ടേക്കുന്ന ഫീല്. ഇനി ദൈവമേ, എത്ര ഇൻസ്റ്റൻ്റാന്ന് പറഞ്ഞാലും ഉണ്ടാക്കുന്ന ആളുടെ ഒരു കൈപ്പുണ്യം വരുമല്ലോ. ഫ്ലോപ്പ് ആവോ എന്തോ ഇല്ല, അതൊന്നും നമ്മളെ സമ്മതിക്കില്ല. നമുക്ക് പായസം എന്തായാലും നോക്കാം. ഭയങ്കര ടയേർഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡ്, സമ്മതിക്കണം കേട്ടോ. വ്ളോഗിങ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര സഹിച്ചിരിക്കുന്നത്. എന്താണിത്? ഞാൻ ചെയ്തോണ്ട് ഇന്ന് ഇടയ്ക്കൂടെ ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ പായസം ഉണ്ടാക്കുന്ന ആളും കണ്ടില്ല. പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആൾ കണ്ടില്ല ഇവിടെ. അത് ചുമ്മാ ഞാൻ പായസമൊക്കെ ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് രാവിലെ ഇത് തന്നെയായില്ല. രാത്രി പറഞ്ഞ എന്തുവാ, രാവിലെ എണ്ണീച്ച് അമ്മയ്ക്ക് പിന്നെ കണ്ടില്ല. അമ്മ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡയലോഗ് വ്യക്തമായി ടൈപ്പ് ചെയ്ത് കമന്റിൽ എഴുതുക. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിന്റെ കാര്യം. പക്ഷെ ഇത്രയൊക്കെ മലയാളം പഠിച്ചില്ലേ നാട്ടിൽ വന്നിട്ട്, അതന്നെ വലിയ സംഭവം തന്നെയാണ്. അപ്പൊ അമ്മ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൂടെ പായസം കുറച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി ഇരുന്നായിരുന്നു. അപ്പൊ അമ്മയെ ബാക്കി നോക്കിയത്, അതിന് എന്നെ ട്രോൾ ചെയ്താണ്, വേറെ ഒന്നുമല്ല. അതെ അല്ലെ, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ എത്ര നേരം? സത്യം പറഞ്ഞ കുക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം നല്ല ക്ഷമയുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. എനിക്ക് വലുതായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഈ ഇട കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ ഡെയിലി ഒന്നും ഞാൻ കുക്ക് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. അതെ അതെ, മടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പായസം ഉണ്ടാക്കട്ടെ, കാരണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കി. അപ്പോൾ ബായ്. അമ്മ പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നു ഗൈസ്, പാത്രമൊക്കെ കഴുകിക്കൊണ്ട്. ബായ്, കാണാം കേട്ടോ. എല്ലാം കുറച്ച് ഇട്ടാൽ മതിയായിരിക്കും അല്ലേ.
അവിയലുണ്ട്, വേറെ എന്തുണ്ടെന്ന് എനിക്കറിയില്ല, നോക്കാം. അതെന്തുവാ? ഓ, ക്യാബേജ് ഉണ്ട്, ചോറുണ്ട്, പുളിശ്ശേരി ഉണ്ട്. ഇപ്പം എല്ലാം കുറച്ചിട്ടാ പോരെ അമ്മ? അങ്ങനെയൊക്കെ ഉണ്ടോ? നിക്കേ, പപ്പടം വന്നു. പപ്പടം ഗായ്സ്, പപ്പടം വന്നിട്ടുണ്ട്. ഇനി അച്ചാർ ഇടണം. അച്ചാറ് അമ്മ ഒരു സ്പൂൺ തരുമോ അമ്മ? അച്ചാറിടാൻ 2 എണ്ണം. ഓക്കെ, അച്ചാറ് നമ്മളിന്ന് എടുക്കുന്ന നല്ല നെല്ലിക്കയും നല്ല ഡേറ്റ്സും, നല്ല ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ്. പങ്കു, നല്ല ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ്. ഈ അച്ചാറ് എൻ്റെ ചേച്ചി ഈയിടെ തുടങ്ങിയ ബിസിനസ്സാണ് കേട്ടോ, പിക്കിൾസിൻ്റെ. എനിക്കൊരു ചേച്ചിയുണ്ട്, മോനിഷ, മൂത്ത ചേച്ചിയാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, മതിയല്ലോ. അപ്പോൾ ആൾ ടീച്ചറാണ്. ആളിപ്പോൾ പിക്കിൾസിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയായിട്ട് പറയല്ല, അടിപൊളി കൈപ്പുണ്യാണ്. എൻ്റെ പപ്പ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. എൻ്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. എൻ്റെ അമ്മയാണെങ്കിൽ അടിപൊളി കുക്കാണ്, പപ്പയാണെങ്കിൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും, ചേച്ചിയും അതേപോലെയാണ്. ഞാനും അങ്ങനെയൊക്കെയാണെന്ന് പറയാറുണ്ട്, വല്ലപ്പോഴും ഉണ്ടാക്കുവാണെങ്കിലും. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം നല്ലതാണെന്ന് കഴിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി അടിപൊളിയായിട്ട് പിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് ഫിഷ് പിക്കിളാണ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്കിൾസ് വേണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഉണ്ടാക്കി തരും. അത് എവിടെ വേണമെങ്കിലും. കൂടുതലിപ്പം പുള്ളിക്കാരി ഇതേപോലെ എബ്രോഡൊക്കെ പോകുന്നവർക്കൊക്കെ ബൾക്കായിട്ടൊക്കെ വേണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ബോട്ടിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ കഴിച്ചു. ഫിഷ് പിക്കിളാണെങ്കിൽ ഇവിടെ നിൽക്കത്തേ ഇല്ല കേട്ടോ. ഫിഷ് പിക്കിൾ തീർന്നു, അതിവിടെ നിൽക്കത്തേ ഇല്ല. വരിക 2 ദിവസത്തിനുള്ളിൽ സാധനം തീരും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇത് എന്തായിരുന്നു? ഇഷാസ് പിക്കിളാട്ടോ. ഇഷാസ് പിക്കിൾ, മോനിഷ ഇഷാസ് പിക്കിൾ. മോനിഷ ഇല്ല കേട്ടോ, ഇഷാസ് എന്നുള്ളൂ. ഇഷാസ് പിക്കിൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഹോം മെയ്ഡായിട്ട് ഇതേപോലെ പിക്കിൾസ് വേണമെങ്കിൽ നേരത്തെ പറയാം. അതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ സെയിൽ ചെയ്യുന്ന പരിപാടിയില്ല. നേരത്തെ ഓർഡർ കിട്ടുന്ന അനുസരിച്ചാണ് പുള്ളിക്കാരി ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റ ID ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാൻ നേരത്ത് കാണിക്കാം. ഓക്കെ, ഇതെൻ്റെ 2ാമത്തെ ഓണസദ്യ കേട്ടോ ഈ വർഷത്തെ. ആദ്യത്തെ എൻ്റെ ജിമ്മിൽ ഓണ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഓണസദ്യ. ഈ വർഷത്തെ ഇതെൻ്റെ 2ാമത്തെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ സദ്യ കഴിക്കട്ടെ. സദ്യ കഴിച്ചിട്ട് നമുക്കിനി കാണാം. ഇന്നിപ്പോൾ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതോടെ നമ്മുടെ ഓണപ്പരിപാടി ഇന്നിവിടെ നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളെ എൻ്റെ ചേച്ചിയും എല്ലാ ഫാമിലീസും വരുന്നതുകൊണ്ട് നമ്മൾ നാളെ ആക്കിയിട്ടുണ്ട് ബാക്കി സെലിബ്രേഷൻസൊക്കെ. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസ് ഞാൻ മിക്കവാറും ഇതിൻ്റെ കൂടെ നാളത്തെ വീഡിയോസും കൂടി ആഡ് ചെയ്യാറുണ്ട്. ആഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ലവ് യു ഓൾ. ബൈ.